എൻ്റെ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മദേഴ്സിനും എൻ്റെ വെരി വെരി ഹാപ്പി മദേഴ്സ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. ഇന്ന് ചിലരൊക്കെ മദേഴ്സ് ഡേ ആഘോഷിച്ചിട്ടുണ്ടാകും, എന്നാൽ മറ്റു ചിലർ ആഘോഷിച്ചിട്ടുണ്ടാകത്തില്ല. ചിലരൊക്കെ മദേഴ്സ് ഡേ മറന്നുപോയിട്ടുമുണ്ടാകും. പിന്നെ സൺഡേ ആകുമ്പോൾ എല്ലാവരും ബിസി ആകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും വിശ്വാസികളായ ഓരോ വ്യക്തി ജീവിതങ്ങളും ചർച്ചിലേക്ക് കടന്നു പോകുവാനും ഒക്കെ വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന ദിവസമായതുകൊണ്ട് പലരും മദേഴ്സ് ഡേ ഓർത്തിട്ടുണ്ടാവും പോലും ഇല്ലായിരിക്കും. എന്നാൽ എൻ്റെ സ്നേഹം നിറഞ്ഞ മദേഴ്സ് ഡേ ഞാൻ വിഷ് ചെയ്യുവാണ്. എൻ്റെ എല്ലാ ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള എല്ലാ മദേഴ്സിനുമായിട്ട് ഞാൻ വിഷ് ചെയ്യുകയാണ്. എനിക്കും നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല സ്നേഹനിധിയായ നമ്മെ കരുതുന്നതായ ഒരു മാതാവ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ആ അമ്മ ഞങ്ങളെ കാത്തു പരിപാലിച്ച്, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ സംരക്ഷിച്ച്, ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്ന് വളർത്തിയത് ഇന്നും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആ അമ്മ ഞങ്ങളെ അങ്ങനെ വളർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വളരെ അഭിമാനമാണ് അമ്മയെക്കുറിച്ച്. അതുപോലെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിമാനപ്പെടണമെങ്കിൽ എൻ്റെ മാതാവ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും ആരാധനകൾക്ക് പങ്കെടുക്കുവാനും ഒക്കെ ഞങ്ങളെ വളരെയധികം നിർബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പഠനത്തിനും നിർബന്ധതയോടെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. സൺഡേ എന്നൊരു ദിവസമുണ്ടെങ്കിൽ പഠന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഭവനത്തിൽ അനുവദിക്കുകയില്ല. ചർച്ചിലായിരിക്കും ഞങ്ങൾ ഫുൾ. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ റെഡിയായി പള്ളിയിലേക്ക് ആരാധന തുടങ്ങുന്നതിനും 15 മിനിറ്റ് മുൻപേ എത്തുന്ന ഒരു ശീലമായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ആരാധനയ്ക്ക്, വചന പഠനത്തിന് ഒക്കെ വളരെ നിർബന്ധത്തോടെ നമ്മെ പ്രോത്സാഹിപ്പിച്ചാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഇന്ന് ആരാധനയ്ക്ക് സമയമാകുമ്പോൾ ആ ആരാധനയ്ക്ക് മുമ്പ് ഇറങ്ങുവാനായിട്ടുള്ള ആ ദാഹം ഇന്നും ആ ഉള്ളിലുണ്ട്. അമ്മ ഞങ്ങളെ വചനം പഠിപ്പിച്ചു. ഇന്നത്തെ തലമുറകൾ, ഇന്നത്തെ മാതാപിതാക്കൾ കൂടുതലും ശ്രമിക്കുന്നത് അവരെ വചനം പഠിപ്പിക്കാനോ താൻ അനുഭവിച്ച ദൈവസ്നേഹത്തെ മക്കൾക്ക് കൊടുക്കുവാനും അല്ല ചിന്തിക്കുന്നത്. എപ്പോഴും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നിങ്ങൾ മെജോറിറ്റി അമ്മമാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാതെ അവർക്ക് പഠിത്തം 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 അവരെ എൻജിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, സയൻറ്റിസ്റ്റ് ആക്കണം, എന്തൊക്കെ ആക്കണമെന്ന് തന്നെ ഒരു ഇതുമില്ലാതെ കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ടൊരു ബന്ധം തന്നെ ഇല്ലാതാക്കി അവരെ വചനം പഠിപ്പിക്കത്തില്ല, അവരെ പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും നിർബന്ധിക്കത്തില്ല, വചനം വായിക്കുവാൻ നിർബന്ധിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇന്ന് വളർത്തപ്പെടുന്നത്. ആ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക്, അമ്മമാരായ ഓരോ വ്യക്തികളുടെയും കയ്യിലേക്ക് തരുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നതായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ. അവർ നമ്മളെ നിർബന്ധമായും ആലയത്തിലേക്ക് സൺഡേ കൊണ്ടുപോവുകയും ആരാധനകൾക്ക് പങ്കെടുപ്പിക്കുകയും വചനം പഠിപ്പിക്കുകയൊക്കെ ചെയ്തതുപോലെ നാമും നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് ആരാധന മുടക്കാതെ, ആരാധന കഴിഞ്ഞേ അവരുടെ ജീവിതത്തിൽ എന്തും ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക്, ദൈവമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ള ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ ആണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആരാഞ്ഞു നോക്കണം. നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു അമ്മയാണെന്ന് ഞാൻ പറയുവാനിടയാവും. അങ്ങനെ വളർത്തപ്പെടുന്ന ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോകുവാനോ നശിച്ചു പോകുവാനോ, ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾ എന്ന് എല്ലാവരും പറയുന്നു, ആ നശിക്കുവാനുള്ള കാരണം ഭവനത്തിലെ അമ്മയും അപ്പനും തന്നെ എന്ന് ഞാൻ പറയുവാനിടയാവും. കാരണം കുഞ്ഞുങ്ങളെ ബാലശിക്ഷ കൊടുത്തു വളർത്തണമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കേണ്ട പ്രായങ്ങളിൽ അവരെ ശിക്ഷിക്കാതെ അവർ നിർബന്ധം പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ വളർത്തും. അവസാനമാകുമ്പോൾ അവർ അവരുടെ ഇഷ്ടം മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വരും. അവർക്ക് ദൈവഭയം തെല്ലും ഉണ്ടാകുകയില്ല. എന്നാൽ മറിച്ച് നല്ല പൈതങ്ങളായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഉള്ളിൽ നാം ദൈവഭയത്തെ കൊടുത്തിരിക്കും നിർബന്ധമായിട്ട്. ആ അമ്മമാർക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ടാണ് തരുവാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ മക്കളെ സൺഡേ എന്നുണ്ടെങ്കിൽ വചനം പഠിക്കുവാൻ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് ചെല്ലുവാനൊക്കെ നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാണ് പറയുന്നത് സദൃശവാക്യങ്ങളിൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവ ഭക്തിയുള്ള ഒരു കുട്ടിക്ക് ജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം കൊടുക്കും. ദൈവം നൽകുന്ന ഒന്നാണ് ജ്ഞാനം. എന്നാൽ ദൈവഭയമില്ലാതെ ഇരിക്കുമ്പോൾ, യഹോവ ഭക്തി ഇല്ലാതെ ഇരിക്കുമ്പോൾ, യേശു കർത്താവിനോടുള്ള ആ സ്നേഹം, യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തെ രുചിച്ചറിയാത്ത കുട്ടികൾക്കാണ് കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച എന്നുള്ള ദിവസം നിങ്ങൾ നിർബന്ധമായും കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആലയത്തിൽ കടന്നു പോകുമ്പോൾ, ചിലർ ആലയത്തിൽ കടന്നു പോകാൻ മടിയുള്ള അമ്മമാരായിരിക്കാം, അത് മാറ്റിയിട്ട് നിങ്ങൾ ആലയത്തിൽ കൃത്യമായി കടന്നു പോവുകയും കുടുംബമായി നിങ്ങൾ കടന്നുപോയി ആരാധിക്കുക. ആ ഞായറാഴ്ച നാം ആരാധന കഴിഞ്ഞേ നമ്മുടെ ജീവിതത്തിൽ എന്തുമുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി കുഞ്ഞുങ്ങളെയും അതിൻ പ്രകാരം നാം വളർത്തുകയാണെങ്കിൽ നിങ്ങൾ നല്ല മാതൃകയുള്ള ഒരു അമ്മയായി ദൈവസന്നിധിയിൽ ആയിത്തീരും. അങ്ങനെ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ദേശത്തിൽ, സമൂഹത്തിൽ, അവർ ആയിരിക്കുന്ന മേഖലകളിൽ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട് വരുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുന്ന അമ്മമാരായി തീരട്ടെ. ഈ 2025 നിങ്ങൾ അപ്രകാരം ചെയ്യുന്ന മാതാപ്പായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മാതാവായി, മാതൃകയുള്ള ഒരു മാതാവായി നിങ്ങളായിരിക്കാൻ ശ്രമിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മദേഴ്സ് ഡേ.